എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പത്രങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കണ്ട ഒരു വാർത്തയാണ്. എൽനീനോ എഫക്റ്റ് വീണ്ടും നമ്മുടെ ഇന്ത്യയിൽ സജീവമാകാൻ പോകുന്നു. ഇത് തെക്കൻ സംസ്ഥാനങ്ങളെ കൂടുതലായി ബാധിക്കാം. അപ്പോൾ എന്താണ് എൽനീനോ എഫക്റ്റ്, ഇത് എങ്ങനെയാണ് നമ്മുടെ ഏലകൃഷിയെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് എൽനീനോ എഫക്റ്റ് എന്ന് നോക്കാം. ഈ പസഫിക് സമുദ്രത്തിലെ മധ്യഭാഗത്തും കിഴക്കൻ ഭാഗത്തുമുള്ള ജലം സാധാരണയിൽ കൂടുതൽ ചൂടാകുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ എൽനീനോ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പസഫിക് സമുദ്രത്തിലെ വെള്ളം ചൂടാകുന്നത് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മഴ കുറയുവാൻ ഇടയാക്കും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഈ എൽനീനോ എഫക്റ്റ് മൂലം നമ്മുടെ മൺസൂൺ, അതായത് ജൂൺ മുതൽ നമുക്ക് ലഭിക്കുന്ന മഴ ഒരു ജൂലൈ സെപ്റ്റംബർ മാസങ്ങളൊക്കെ ആകുമ്പോഴേക്കും മഴ കുറയുവാനും നമുക്ക് വേണ്ട രീതിയിൽ മൺസൂൺ ലഭ്യമാകാത്ത അവസ്ഥയും ഉണ്ടാകുവാനുള്ള സാഹചര്യം ഒരുങ്ങും. നിലവിലെ പ്രവചന പ്രകാരം നമുക്കൊരു 70% മഴയുടെ അളവ്, നമ്മുടെ മൺസൂണിൻ്റെ അളവ് 92% താഴെ, അതായത് സാധാരണയിൽ ലഭിക്കുന്നതിൽ നിന്നും 8% മൺസൂണിൻ്റെ അളവ് കുറയുവാനുള്ള സാഹചര്യമാണ് പ്രവചിക്കപ്പെടുന്നത്. അടുത്ത പ്രവചനങ്ങൾ വരുമ്പോഴേക്കും മാത്രമേ നമുക്കിതിനകത്തൊരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. എന്നിരുന്നാൽ കൂടി ഇങ്ങനെ ഒരു എൽനീനോ എഫക്റ്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുകയാണെങ്കിൽ എങ്ങനെ നമ്മുടെ ഏലകൃഷിയെ നമുക്ക് വേണ്ട രീതിയിൽ പരിചരിച്ച് നമ്മുടെ വിളവിനകത്ത് കുറവ് വരുത്താതെ നിലനിർത്താം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏലകൃഷി എന്ന് പറയുന്നത് മഴയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കൃഷിയാണ്. നമ്മുടെ മഴയുടെ അളവിനനുസരിച്ച് വിളവ് വർദ്ധിക്കുന്ന ഒരു കൃഷിയാണ് നമ്മുടെ ഏലം. അപ്പോൾ മഴ കുറയുന്നത് അതെങ്ങനെ നമ്മുടെ കൃഷിയെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ആദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മുടെ ഷെയ്ഡ്, മരങ്ങളുടെ ഷെയ്ഡ് എന്തേരെയുണ്ടോ അതൊരു 60% നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക. സാധാരണ വർഷങ്ങളിൽ നമ്മൾ ഷെയ്ഡ് ഇറക്കുന്നത് പോലെ പൂർണ്ണമായും ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യാതെ ഒരു 60% ഷെയ്ഡ് നമ്മുടെ തോട്ടങ്ങളിൽ നിലനിർത്തുക. ശേഷം സാധാരണയായി നമ്മൾ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുമ്മായമിട്ട് ചെടികളുടെ ചുവട് നമ്മൾ തെളിക്കാറുണ്ട്. ചുവട്ടിൽ കിടക്കുന്ന കരിയിലയും മറ്റും ചുവട്ടിൽ നിന്ന് നീക്കാറുണ്ട്. ഈ കൊല്ലം അങ്ങനെ ചെയ്യാതെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന കരിയിലകളെല്ലാം ഒരു മൾച്ചിങ്ങായി ചെടിക്ക് ചുറ്റും ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഇലകളുടെ ഒരു മൾച്ചിങ് ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള ജലം അധികമായി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും അത് നമ്മുടെ വേരുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാനും സഹായിക്കും. ഈ ചൂട് കൂടുന്നതും മഴ കുറയുന്നതും കൊണ്ട് ചെടികൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് കീടരോഗങ്ങളുടെ ആക്രമണം കൂടും. ചൂട് കൂടുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വേരുപുഴു, അതുപോലെ തന്നെ ത്രിപ്സ്, ബോറർ, ഇങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമണം ഏലച്ചെടികളിൽ കൂടുവാനുള്ള സാഹചര്യം ഒരുങ്ങും. അതുകൊണ്ട് തന്നെ കീടനാശിനികൾ കൃത്യമായ ഇടവേളകളിൽ സ്പ്രേ ചെയ്തുകൊണ്ട് നമ്മുടെ ചെടികളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മഴക്കാലമാണ് എങ്കിൽ പോലും ഒരു ദീർഘകാലം നമുക്ക് മഴ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, അതായത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ മഴ ലഭിക്കാതെ വരികയാണെങ്കിൽ നമ്മുടെ ചെടികൾ നനച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നനച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഏലച്ചെടികളെ സംബന്ധിച്ച് ജൂൺ മുതൽ ഒരു ജനുവരി വരെ വരുന്നതാണ് നമ്മുടെ സീസൺ. ഈ സമയത്താണ് ചെടികളിൽ കൂടുതലായി പൂവിടുകയും കൂടുതലായി കാ പിടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമായ വെള്ളം മഴ മൂലം നമ്മുടെ ചെടികൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നനച്ച് മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്തുവാനും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ ചൂട് അധികം, അതായത് മണ്ണിൻ്റെ ടെമ്പറേച്ചർ അധികം കൂടാതെ നിലനിർത്തുവാനും ശ്രദ്ധിക്കുക. അതുപോലെ മണ്ണിൽ ആവശ്യത്തിനുള്ള സൂക്ഷ്മാണുക്കളെ നിലനിർത്തുവാനും ശ്രദ്ധിക്കുക. നമ്മുടെ ട്രൈക്കോഡർമ, സ്യൂഡോമോണോസ്, NPK ഇങ്ങനെ ബാക്ടീരിയകൾ നമ്മുടെ മണ്ണിലുണ്ടെങ്കിൽ അത് മണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് പ്രയോജനപ്രദമാണ്. ഈ ചെടികളുടെ വേരിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുണ്ടെങ്കിൽ കാലാവസ്ഥ മാറുന്ന സാഹചര്യത്തിൽ ചൂട് കൂടുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് ക്ഷീണം തട്ടുവാൻ അതിടയാക്കും. അതുകൊണ്ട് തന്നെ ചെടികളുടെ വേരിൽ നിമറ്റോഡ്, വേരുപുഴു, ഫിസേറിയം പോലെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ഇത് കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വളപ്രയോഗം നടത്തുന്ന സമയത്ത് കൂടുതലായി രാസവളങ്ങൾ മണ്ണിൽ കൊടുക്കാതെ
നമുക്ക് ഫോളിയാർ സ്പ്രേ ആയി വളങ്ങൾ നൽകുന്നതായിരിക്കും മഴ കുറവുള്ള സമയങ്ങളിൽ ഏറ്റവും ഉത്തമം. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് പൊട്ടാസ്യം കണ്ടൻ്റുള്ള വളങ്ങൾ നമ്മൾ കൂടുതലായി നൽകുകയാണെങ്കിൽ അത് നമ്മുടെ ചെടികളിൽ നിന്നുള്ള ജലത്തിൻ്റെ നഷ്ടത്തെ തടയുവാനും ചെടികൾ ആരോഗ്യപൂർണ്ണമായി ഇരിക്കുവാനും സഹായപ്രദമാണ്. അടുത്ത പ്രവചനം വരുമ്പോഴേക്കോ എൽനീനോയ്ക്കുള്ള സാധ്യത നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കൂടി നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മുടെ ചെടികളുടെ ആരോഗ്യം നിലനിർത്തുവാനും അതുപോലെ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റത്തിൽ നിന്നും നമ്മുടെ ചെടികളെ സംരക്ഷിക്കുവാനും പ്രയോജനപ്രദമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.